അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ മനസ്സ് വിഷമിക്കുമ്പോൾ നമുക്ക് ശാന്തി കിട്ടാൻ വേണ്ടി നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു മനോഹരമായ ദിക്ർ അല്ലെങ്കിൽ ഒരു ദുആ കേട്ടാലോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി. ഇതിന് അർത്ഥം എന്താണെന്നാൽ, അള്ളാഹുവെ, വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. മനസ്സ് വളരെ ഭാരമായി തോന്നുമ്പോൾ ഇത് പതുക്കെ ആവർത്തിച്ചൊല്ലാം. കൂടെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതും നല്ലതാണ്. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവനിലേക്ക് തെറ്റുകൾ തിരുത്തി മടങ്ങുകയും ചെയ്യുന്നതാണ് ഇതിന്റെ അർത്ഥം. മനസ്സിന് സമാധാനം നൽകുന്ന ഏറ്റവും മനോഹരമായ ഓർമ്മപ്പെടുത്തലാണിത്. അലാ ബിദിക്രില്ലാഹി തത്മ ഇന്ന ഖുലൂബ്. അള്ളാഹുവിന്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾ സമാധാനം ലഭിക്കുന്നത്. നമ്മുടെ മനസ്സ് ഇപ്പോഴും തളർന്നിരിക്കുകയാണെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് ഒന്നും ശരിയാകില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോർക്കണം, നീ ഒറ്റയ്ക്കല്ല. നീ പറയാതെ പോയ വേദന പോലും അള്ളാഹു അറിയുന്നുണ്ട്. നിന്റെ കണ്ണുനീര് ആരും കാണാതെ പോയാലും അതും അള്ളാഹു കാണുന്നുണ്ട്. അവരൊക്കെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ദിക്റുകൾ നിങ്ങൾ ചൊല്ലി തീർത്താൽ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള സമാധാനം നിങ്ങളുടെ മനസ്സിന് കിട്ടും. ചിലപ്പോൾ അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഉടനെ മറുപടി തരാത്തത് അവൻ നമ്മളെ മറന്നുകൊണ്ടല്ല, ശരിയായ സമയത്തിനായി കാത്തുവെച്ചതായിരിക്കാം. അതുകൊണ്ട് ഇന്ന് തളർന്നാൽ കുറച്ച് വിശ്രമിക്കൂ, പക്ഷെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടരുത്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ മനസ്സിൽ പതുക്കെ പറയുക, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്ക് അള്ളാഹു മതി, അവൻ ഏറ്റവും നല്ല കാര്യനിർവാഹകനാണ്. നിന്റെ ഇന്നത്തെ കണ്ണുനീർ നാളെയുടെ പുഞ്ചിരിയാക്കാം. അള്ളാഹുവിൽ വിശ്വസിക്കൂ, നിന്റെ കഥ ഇനിയും തീർന്നിട്ടില്ല. മനസ്സിന് ശാന്തി ലഭിക്കാൻ ചെല്ലാൻ പറ്റിയ മനോഹരമായ ഒരു ദുആ കൂടി ഞാൻ പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി. ഇതന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കുക. അള്ളാഹുവിലേക്ക് നിങ്ങളുടെ ഭാരങ്ങൾ അർപ്പിക്കുക. ഫസ്റ്റ് പറഞ്ഞ ദിക്റും ഇപ്പോൾ പറഞ്ഞ ദിക്റും ഒന്ന് തന്നെയാണ്. അത് രണ്ടും ഞാൻ ഫസ്റ്റിലും എൻഡിലും കൊടുത്തതാണ്. നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.